അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം വഅതീഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. സൂറത്തു ആലുംറാനിലെ വചനങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മളുടെ കണക്ഷന്, അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം ഇതാഅത്തുർ റസൂൽ എന്നതാണ്. ഇത് അള്ളാൻ്റെ റസൂലിനെ അനുസരിക്കണം എന്നാണ്. നമ്മൾ ഒന്നാമത്തതിൽ പറഞ്ഞു അള്ളാൻ്റെ റസൂലിൽ വിശ്വസിക്കണം എന്ന്. രണ്ടാമത്തത് അള്ളാഹ് നമ്മളോട് പറയുന്നത് അള്ളാൻ്റെ റസൂലിനെ അനുസരിക്കണം. അള്ളാനെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് റസൂലിനെ അനുസരിക്കണം എന്ന് അതിനോട് ചേർത്ത് പലയിടത്തും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യമാണത്. അതായത് നമ്മളിപ്പോൾ അള്ളാനെ അനുസരിക്കൽ എത്രമാത്രം പ്രധാനമാണോ അത്രയും പ്രധാനമാണ് റസൂലിനെ അനുസരിക്കലും. കാരണം എന്താ, അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും കൽപ്പനകളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തരുന്നത്. അപ്പോൾ റസൂലിനെ അനുസരിക്കണം. അപ്പോൾ ഈ അനുസരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ പല അനുസരണത്തിനും ചോയ്സ് ഉണ്ടാവില്ല. ചിലപ്പോൾ ചില ആളുകളൊക്കെ ചിലത് പറഞ്ഞാൽ അതിപ്പോൾ കേൾക്കണമെങ്കിൽ കേൾക്കാം, സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കാം എന്ന രൂപത്തിൽ നമ്മൾ എടുക്കില്ലേ. ചില കാര്യങ്ങൾ ചിലരൊക്കെ പറയുമ്പോൾ അതിപ്പോൾ നോക്കട്ടെ എന്നൊക്കെ പറയും. പക്ഷെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളെ അങ്ങനെ കാണാൻ പാടില്ല. റസൂൽ കുറേ കൽപ്പനകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത് നിങ്ങൾ ചെയ്യണം, ഇന്നത് നിങ്ങൾ ചെയ്യരുത്, കൽപ്പനകളും നിരോധങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ റസൂൽ ഒരു കാര്യം പറയുമ്പോൾ വേറെ ഏതോ ഒരാൾ പറയുന്നത് പോലെ എടുക്കാൻ പറ്റൂല. കാരണം എന്താ, നമ്മൾ അംഗീകരിച്ചതാണ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു അല്ലേ. മുഹമ്മദുർ റസൂലുള്ള. അപ്പോൾ അത് അംഗീകരിച്ചതോടുകൂടി എന്താ അതിൻ്റെ അർത്ഥം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മറ്റൊരു മനുഷ്യനെ പോലുള്ള ഒരാളല്ല, അള്ളാഹുവിൽ നിന്ന് വഹീ കിട്ടുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നോടൊരു കാര്യം കൽപ്പിക്കുമ്പോൾ ഞാനത് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സ്വഹാബിമാരൊക്കെ അങ്ങനെയൊന്നും. ഇപ്പോൾ സ്വഹാബിമാരൊക്കെ അള്ളാഹിൻ്റെ റസൂല് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര ആവേശമായിരിക്കും. ഒരിക്കലൊരു ചർച്ച നടത്തുകയാണ്. അപ്പോൾ ശത്രുക്കൾ യുദ്ധത്തിന് വരികയാണ്, ഇവരെ എതിരിടാൻ വരികയാണ്. അപ്പോൾ എവിടെ ചെന്ന് നമ്മൾ എവിടെ നിന്നാണ് ഓരോട് പോരാടേണ്ടത്, ചർച്ച പല അഭിപ്രായങ്ങളും വരികയാണ്. അതായത് ചിലർ പറഞ്ഞു നമുക്ക് മദീനൻ്റെ ഉള്ളിൽ നിന്നിട്ട് പ്രതിരോധിക്കാം, ചിലർ പറഞ്ഞു മദീനൻ്റെ പുറത്ത് പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവരെ പ്രതിരോധിക്കാം. ഇങ്ങനെ പല ചർച്ചയും നടക്കുകയാണ്. അപ്പോൾ തീരുമാനമാവുന്നില്ല. അപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അൻസാരിയായ സഹാബിയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, റസൂലേ, ഞങ്ങൾ വിശ്വാസികളാകുന്ന സമയത്ത് ഞങ്ങളൊരു കരാറ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കരാർ എന്താ, ഏത് കൽപ്പന അങ്ങ് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാം എന്നതാണ് ആ കരാറ്. അതുകൊണ്ട് താങ്കൾ ഞങ്ങളെയും കൊണ്ട് വലിയ ഒരു സമുദ്രത്തിൻ്റെ മുമ്പിലെത്തി, നല്ല തിരമാലകളൊക്കെ ഉള്ള വലിയൊരു കടൽ. എന്നിട്ട് ഞങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ കടലിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് കടൽ മുറിച്ചു കടന്നു പോകണം എന്ന് കൽപ്പിച്ചാൽ അതും അനുസരിക്കാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ റസൂലിന് സന്തോഷമാവാണ്. കാരണം അവരങ്ങനെയായിരുന്നു റസൂലിൻ്റെ കൽപ്പനകൾ. അതായത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, റസൂൽ ഞങ്ങൾ പറഞ്ഞോളി, മദീനൻ്റെ പുറത്ത് പോയിട്ട് നമ്മൾ യുദ്ധം ചെയ്യണോ, ഞങ്ങൾ റെഡിയാണ്. അല്ല ഇവിടെ നിന്നിട്ട് യുദ്ധം ചെയ്താൽ മതിയോ, അതിനും റെഡിയാണ്. റസൂൽ പറഞ്ഞത് എന്തിനും ഞങ്ങൾ റെഡിയാണ്, അതാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇങ്ങനെ മിമ്പറിൽ നിൽക്കുമ്പോൾ ചില ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞു ഇജ്ലിസു എന്ന് പറഞ്ഞു. ഇജ്ലിസു എന്ന് പറഞ്ഞാൽ എന്താ, ഇരിക്കൂ എന്നാണ്. അപ്പോൾ അബ്ദുല്ലാ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം ഇങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് പള്ളിക്ക് കയറാൻ നിൽക്കുകയാണ്, കയറിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം കേൾക്കുന്നത് റസൂൽ ഇരിക്കണം എന്ന് പറയുന്ന ഒരു വാക്കാണ്. അദ്ദേഹം അവിടെ തന്നെ ഉണ്ടിരുന്നു എന്നാണ്, പള്ളീൻ്റെ പുറത്ത് അവിടെ ഉണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ഇബ്നു മസ്ഊദ് തആൽ, ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നുണ്ട്, ഉള്ളിൽ കയറിയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതൊന്നും ആലോചിച്ചില്ല. അദ്ദേഹം കേൾക്കുന്നത് ഇരിക്കൂ എന്ന് പറയുന്ന റസൂലിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ഞാൻ പള്ളിൻ്റെ ഉള്ളിലാണോ പുറത്താണോ എന്നൊന്നും അദ്ദേഹം ആലോചിക്കുന്നില്ല, അവിടെ ഉണ്ടിരുന്നു എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം, അള്ളാഹിൻ്റെ റസൂൽ ഒരു കാര്യം പറയുമ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൽ വലുത് ആ സമയത്ത് എന്ന് മനസ്സിലാക്കിയവരാണ് അവർ. ഇനി നമ്മളെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാം. നമ്മൾ അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കേണ്ടവരാണല്ലോ. നമ്മളോട് കുറേ കാര്യങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞല്ലേ, ഉപ്പനോടും ഉമ്മനോടും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ വർത്തിക്കണം, അവരോട് മോശമായിട്ട് പെരുമാറരുത്. ഖുർആനിലും പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അധ്യാപനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ മാതാപിതാക്കളെ ദ്രോഹിക്കരുത്, അവർക്ക് വിഷമുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യരുത്, അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. നമ്മളങ്ങനെയാണോ പെരുമാറാറുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളുടെ ഉമ്മയും ഉപ്പയും ഒക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളോട് സ്നേഹം കൊണ്ട് പറയുന്നതാണല്ലോ, നല്ല കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. നല്ല കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ
അത് കേൾക്കാനും അനുസരിക്കാനും നമുക്ക് തയ്യാറാവണം. കാരണം എന്താ? നമ്മുടെ റസൂല് കൂടി പറഞ്ഞതാണ്. റസൂല് നമ്മളെ പഠിപ്പിച്ചതാണ്. കാരണം എന്താ? മാതാപിതാക്കളുടെ സന്തോഷത്തിലാണ് അള്ളാൻ്റെ സന്തോഷം എന്നാണ്. അതായത് നമ്മളുടെ ഉമ്മയും ഉപ്പയും നമ്മളെക്കുറിച്ച് സന്തോഷമുള്ളവരാണെങ്കിൽ പടച്ചോനും നമ്മളെക്കുറിച്ച് സന്തോഷം ഉണ്ടാവും. മാതാപിതാക്കൾക്ക് ഉമ്മക്കും ഉപ്പക്കും നമ്മളെക്കുറിച്ച് വളരെ തെറ്റായ അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ അള്ളാൻ്റെ അടുത്തും നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവും. അതുകൊണ്ട് മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക, സ്നേഹത്തോടു കൂടി വർത്തിക്കുക. അവർ പറയുന്ന നല്ല കാര്യങ്ങൾ, അവർ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിപ്പോൾ എന്തിനാണ് നമ്മൾ അനുസരിക്കണം, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ തോന്നൂല നമുക്ക്. പക്ഷേ നമ്മൾ ചെറുപ്പമായതുകൊണ്ടാണ്, നമ്മൾ ചെറിയ കുട്ടികളായതുകൊണ്ടാണ് ചിലപ്പോൾ അതിൻ്റെ നന്മ മനസ്സിലാവാത്തത്. അവർ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നത് നമ്മളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ ഇഷ്ടക്കുറവ് കൊണ്ടോ നമ്മളോടുള്ള ദേഷ്യം കൊണ്ടോ ഒന്നല്ലല്ലോ. പക്ഷെ നമ്മളോടുള്ള സ്നേഹം, നമ്മൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണം, നമ്മളെ ജീവിതത്തിൽ കുറേ നന്മ ഉണ്ടാവണം, അതിനാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ അതനുസരിക്കുക. അതനുസരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മളതനുസരിക്കുക. കാരണം എന്താ? അത് ഉമ്മയും ഉപ്പയാണല്ലോ പറഞ്ഞതെന്ന് മാത്രമല്ല, എൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഉമ്മാനെയും ഉപ്പാനെയും അനുസരിക്കണം. അതുകൊണ്ട് ഉമ്മാനെയും ഉപ്പാനെ അനുസരിക്കുക എന്നുള്ളത് റസൂലിനെ അനുസരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നമസ്കാരം നഷ്ടപ്പെടുത്തരുത്. ഒരു സമയത്തും ഒരു കാരണവശാലും നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. അത്രയും നിർബന്ധമാണ്. നമുക്കറിയാലോ അല്ലേ? നമുക്ക് ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആൾ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആൾ കിടന്ന് നിസ്കരിക്കണം, യാത്രയിലാണെങ്കിൽ യാത്രയിൽ നിസ്കരിക്കണം. അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നവരല്ലേ, സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ നിസ്കാരം നഷ്ടപ്പെടുത്താറുണ്ടോ? നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഏത് സമയത്തും നിസ്കരിക്കണം എന്നാണ്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. സ്കൂളിൽ ചിലപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അത്തരം സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുന്ന സ്കൂളൊക്കെ ആണെങ്കിൽ അവരോട് പറയണം, ഞങ്ങൾക്ക് നിസ്കരിക്കേണ്ടതുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ സൗകര്യം ഉണ്ടായി തരണം. അവിടെ സൗകര്യം ഇല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടാൻ പറ്റുന്ന സ്കൂളുകളാണെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് അത് ആവശ്യപ്പെടുക. ഇനി ചില സ്കൂളുകളുടെ അടുത്തൊക്കെ പള്ളികളുണ്ടാവും, ചില കുട്ടികളൊക്കെ അവിടെ പോയി നിസ്കരിക്കുന്നുണ്ടാവും. നമ്മളും അവിടെ പോയി നിസ്കരിക്കണം. സ്കൂളിൽ പോയതല്ലേ, സ്കൂളൊക്കെ വിട്ടു വന്നിട്ട് നിസ്കരിക്കാം. അങ്ങനെയല്ല, സ്കൂൾ വിട്ടു വരുമ്പോൾ ളുഹറിൻ്റെ സമയം കഴിയൂലേ? അങ്ങനെ സമയം കഴിയുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ളുഹറിന് സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്നവരുണ്ടാവും. അവർ ഇനി അവിടുന്ന് സൗകര്യം ഇല്ലെങ്കിലും വീട്ടിൽ വന്ന് നിസ്കരിച്ചാൽ മതി. പക്ഷേ ആ സമയത്ത് നിസ്കരിക്കണം. അപ്പോൾ കാരണം എന്താ? അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നമസ്കാരങ്ങൾ അതിൻ്റേതായ സമയത്ത് നിർവഹിക്കണം എന്നാണ്. അപ്പോൾ അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇത് അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു കൽപ്പനയാണ്. പിന്നെ നമ്മൾ നിസ്കരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ നിസ്കരിക്കുന്നുണ്ടാവും അല്ലേ? ഭയങ്കര സ്പീഡിൽ നിസ്കാരമൊക്കെ വളരെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് നിസ്കാരമൊക്കെ കഴിയുന്നവരുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? നിങ്ങൾ അങ്ങനെ സ്പീഡിൽ നിസ്കരിക്കരുത്. കോഴി കൊത്തുന്ന പോലെ, അതിനെക്കുറിച്ച് കോഴി കൊത്തുന്ന പോലെ എന്ന് റസൂൽ പറയുന്നുണ്ട്. കോഴി ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക, നമ്മളിങ്ങനെ അങ്ങനെ 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 കൊത്തായിരിക്കും. അപ്പോൾ ചിലർ സുജൂദും റുക്കുവൊക്കെ ചെയ്യുന്നത് അങ്ങനെ കോഴി കൊത്തുന്ന പോലെ കാര്യം. അപ്പോൾ ഈ കോഴി കൊത്തുന്ന പോലെ നിസ്കരിക്കരുത്. അപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞിങ്ങനെ അങ്ങനെ ധൃതി കൂട്ടി നിസ്കരിക്കരുത്. അപ്പോൾ നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ ചൊല്ലേണ്ടത്. ഫാത്തിഹ ചൊല്ലണം, സൂറത്ത് ചൊല്ലണം, റുക്കൂയിൽ പോയാൽ 3 തവണ തസ്ബീഹ് ചൊല്ലണം. ഇതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാവകാശത്തിൽ ചെയ്യണം. കാരണം നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് കുറേ പണിയൊക്കെ ഉണ്ടാവും, അത് ശരിയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കണം, നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അള്ളാൻ്റെ സഹായം വേണം. കാരണം നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം കിട്ടണമെങ്കിലും പടച്ചോൻ്റെ സഹായം വേണം. നമ്മളിപ്പോൾ നിസ്കാരം ധൃതി കൂട്ടിയത് കൊണ്ട് മാത്രം നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. മറിച്ച് അള്ളാഹ് സഹായിക്കണമെങ്കിൽ അള്ളാഹാനായിട്ടുള്ള ബന്ധം കറക്റ്റ് ആവണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മൾ സാവകാശത്തിൽ നിസ്കരിക്കണം. നിസ്കാരത്തെക്കുറിച്ച് പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മറ്റാളുകളോട് ദേഷ്യപ്പെടരുത്. ലാ തഅലബ്, നിങ്ങൾ ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളെ അടക്കി വെക്കണം. ഇപ്പോൾ റസൂൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തിമാൻ, ലൈഷ ഷദീദ് ബിസുർ ആ, ഈ ഗുസ്തിയിലും തല്ലും പിടിയിലൊക്കെ മറ്റൊരാളെ തോൽപ്പിക്കുന്നതല്ല പവർ എന്ന് പറഞ്ഞാൽ. മറിച്ച് എന്താണ് പവർ? ഇന്നമ ഷദീദുല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഒരാൾക്ക് ദേഷ്യം വരികയാണ്, എന്നാൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമല്ലോ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ. അപ്പോൾ ദേഷ്യം വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണോ ഓരാണ് പവറുള്ള ആൾ, റസൂല് പറയണം. അപ്പോൾ ദേഷ്യം വരുമ്പോൾ അത് ദേഷ്യപ്പെടാൻ പാടില്ല. റസൂല് പറഞ്ഞിട്ടുണ്ട്, ദേഷ്യത്തെ നിങ്ങൾ നിയന്ത്രിക്കുക, നിങ്ങൾ അടക്കി വെക്കുക. ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കുറേ വഴി പറയുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന സമയത്ത് ദേഷ്യം വന്നാൽ നമ്മൾ ഇരിക്കുക, അല്ലെങ്കിൽ ഒന്ന് പോയി മുഖം ഒന്ന് കഴുകുക. അതൊക്കെ ദേഷ്യത്തെ കുറക്കുന്ന കാര്യങ്ങളാണെന്നാണ്. അപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട് ദേഷ്യപ്പെടരുത്, നാം പെടൂല. എൻ്റെ റസൂല് പറഞ്ഞതാണ്. അത് റസൂലിനോടുള്ള അനുസരണമാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ മോശമായ വാക്കുകൾ പ്രയോഗിക്കരുത്.
തെറിവാക്കുകൾ പ്രയോഗിക്കരുത്. ഇപ്പോൾ നമ്മളെ ചുറ്റിലൊക്കെ കാണുമല്ലോ അല്ലേ, പല ആളുകളും പല കുട്ടികളൊക്കെ തെറി പറയുന്നത് കാണാം. ആളുകളെ തെറി വിളിക്കും, മോശമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ചില മൃഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ടൊക്കെ ആളുകൾ വിളിക്കും. നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം റസൂല് പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി ഒരിക്കലും മറ്റൊരാളെ അസഭ്യം പറയൂല എന്നാണ്, തെറിവാക്ക് പ്രയോഗില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഒരാളെ അങ്ങനെ വിളിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് റസൂലിനോടുള്ള അനുസരണമാണ്. കാരണം ഞാൻ വിളിക്കൂല, കാരണം എന്താ, എൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മറ്റുള്ളവരെ തെറി വിളിക്കാൻ പാടില്ല എന്ന് എൻ്റെ റസൂല് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു അനുസരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു ബോധമുണ്ടല്ലോ, ഇതിനാണ് ഇത്താഅത്തുർ റസൂൽ എന്ന് പറയുക. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് കഴിയണം. നമ്മൾ സത്യം പറയണം. അള്ളാഹിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ കളവ് പറയില്ലേ, കളവ് പറയുന്ന ചില സ്വഭാവമൊക്കെ ഉണ്ടാവും. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കളവ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുമെന്നൊക്കെ, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ സത്യം പറയാം. അതിൽ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. അതായത് ചില കാര്യങ്ങൾ മക്കൾ സത്യം തുറന്നു പറയുമ്പോൾ അവരതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ട് അവരെ വല്ലാതെ ശിക്ഷിച്ച് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ മക്കൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ ചിലപ്പം കള്ളം പറയാൻ തുടങ്ങും. കാരണം സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ചീത്ത കിട്ടും. അപ്പോൾ സത്യം നമ്മൾ തെറ്റ് സംഭവിച്ചാലും അബദ്ധം സംഭവിച്ചാലും അത് തുറന്നു പറയാം. ആ തുറന്നു പറയുന്ന ആ സത്യസന്ധതയെ മാതാപിതാക്കൾ അഭിനന്ദിക്കുകയും വേണം. കാരണം സത്യസന്ധത നല്ല ശീലമാണ്, നല്ല ഗുണമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ്, അതുണ്ടാവണം. അതുപോലെ തന്നെ അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കുന്നതിൻ്റെ പ്രത്യേക ഒരു കാര്യം കൂടി പറയണം, ഒരു ഉദാഹരണം കൂടി. ബോയ്സും ഗേൾസും തമ്മിൽ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ. റസൂല് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു അന്യ പെൺകുട്ടിയുമായിട്ട് ഒരു അപരിചിതനല്ല, വേറെ നമ്മളുടെ സഹോദരിയോ അല്ലെങ്കിൽ നമ്മളുടെ അത്തരം അടുത്ത ബന്ധുക്കോ അല്ലാത്ത ആൺകുട്ടികളും ഒറ്റക്കാവരുത്. അവർ ഒരുമിച്ച് ഇരിക്കരുത്. അവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോടൊക്കെയാണ് നമുക്ക് അങ്ങനെ അടുത്ത് ഇടപഴകാൻ പറ്റുന്നത്, ആരോടൊക്കെ പറ്റൂല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം നമുക്കുണ്ടാവണം. അത് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉമ്മനോടും ഉപ്പനോടും ചോദിക്കുക. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ കൂട്ടുകാരികളുമായി ഒറ്റയ്ക്ക് നമ്മൾ സഞ്ചരിക്കുക, അവരോട് അത്തരം അടുത്ത് ഇടപഴകുക, മോശമായ കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവരുത്. കാരണം അള്ളാഹിൻ്റെ റസൂൽ അതൊക്കെ നമ്മളോട് പാടില്ല എന്ന് പറഞ്ഞ് വിലക്കിയതാണ്. കാരണം നല്ല കാര്യങ്ങൾ പറയാം, നല്ല രീതിയിൽ മാന്യമായിട്ട് പെരുമാറാം, തീരെ സംസാരിക്കണ്ട എന്നല്ല, മാന്യമായ രീതിയിലൊക്കെ നമുക്ക് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. അതല്ലാത്ത രീതിയിൽ ബോയ്സും ഗേൾസും തമ്മിലുള്ള ബന്ധത്തിൽ കുറേ അതിർവരമ്പുകൾ സൂക്ഷിക്കണം. നമ്മളെ ചുറ്റുള്ള ആളുകളൊക്കെ പറയും, അങ്ങനൊന്നും സൂക്ഷിക്കേണ്ട, ഒരാണും പെണ്ണും ഒറ്റയ്ക്ക് ഇരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ, അവർ ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലുമൊക്കെ ടൂർ പോയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം. അങ്ങനൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം എന്താ, നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു, നമ്മളെ നന്മയെക്കുറിച്ച് ഏറ്റവും അറിയുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവും റസൂലൊക്കെ നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന് തന്നെ ഗുണമുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ നന്മയുള്ള കാര്യങ്ങളാണ്. നമ്മളോട് എന്തോ ദേഷ്യം ഉണ്ടായതുകൊണ്ടോ ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നും, നമ്മളോട് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹു റസൂലിനൊക്കെയാണ്. ആ റസൂലാണ് നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, മോശമായ കാര്യങ്ങൾ കാണരുത് അല്ലേ. നമുക്ക് ഒരു പ്രായത്തിൽ കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണാനൊരു താല്പര്യമൊക്കെ ഉണ്ടാവും, തെറ്റായ കാര്യങ്ങളായിരിക്കും അത്. അപ്പോൾ അത്തരം ഇപ്പോൾ പ്രത്യേകിച്ച് ഫോണൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ അത്തരം മൊബൈൽ ഫോണുകളിലൊക്കെ അത്തരം കാഴ്ചകളും അത്തരം വീഡിയോസും ഫോട്ടോകളൊക്കെ വരുമ്പോൾ അത് ഒഴിവാക്കുക, അത് വേണ്ട. കാരണം എന്താ, ഈ കണ്ണ് നൽകിയത് അള്ളാഹുവാണ്, റബ്ബാണ് അല്ലേ. നമ്മളുടെ പടച്ചോനാണ് നമുക്ക് ഈ കാഴ്ച നൽകിയിട്ടുള്ളത്. ഈ കാഴ്ച നമുക്ക് നൽകിയത് നല്ലത് കാണാനാണ്. അപ്പോൾ അള്ളാഹ് തന്ന കണ്ണുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം കാണരുത്, അള്ളാഹിൻ്റെ റസൂല് കാണരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് പോകരുത്. അങ്ങനെയൊക്കെ കാണേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ അത് ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇത്താഅത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അള്ളാഹിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നും അള്ളാഹിൻ്റെ റസൂല് പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും ഒരു ബോധം ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ അള്ളാഹിൻ്റെ ഒരുപാട് സഹായങ്ങൾ, ബർക്കത്തുകൾ, അനുഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.